പാലായിലെ LDF സ്ഥാനാർത്ഥി ജോസ് കെ മാണി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. ജോസ് കെ മാണി പാല ഇത്തവണ ഉറപ്പായും തിരിച്ചുപിടിക്കും എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി ജോസ് കെ മാണി എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹം പത്രിക നൽകും. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ജോസ് കെ മാണി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയിരിക്കുന്നു. പാലായിൽ കടുത്ത മത്സരമാണ് ഇത്തവണ നടക്കുന്നത്. അവിടെ മാണി സി കാപ്പൻ UDF-നായി കളത്തിലുണ്ട്. അതുപോലെ ഷോൺ ജോർജാണ് NDAയിൽ നിന്ന് മത്സരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവിടെ നടന്ന റോഡ് ഷോകൾ അത് മൂന്ന് മുന്നണികളുടെയും ശക്തി വിളിച്ചോതുന്നതായിരുന്നു. ഇപ്പോൾ ജോസ് കെ മാണി പത്രിക നൽകുന്നതിന് വേണ്ടി അവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം പത്രിക സമർപ്പണത്തിന് ഒരുങ്ങുന്നു. ഇന്ന് 3 മണി വരെ മാത്രമേ നാമനിർദ്ദേശ പത്രിക നൽകാൻ കഴിയുകയുള്ളൂ. തീർച്ചയായിട്ടും ജോസ് കെ മാണി പാലായിൽ പത്രിക സമർപ്പണ നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. 4 സെറ്റ് പത്രികയാണ് ജോസ് കെ മാണി സമർപ്പിക്കുക. അദ്ദേഹം അല്പസമയം മുമ്പ് നമ്മോട് പ്രതികരിച്ചിരുന്നു. പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ജോസ് കെ മാണി സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് പാലായിൽ വീണ്ടും കേരള കോൺഗ്രസ് വിജയം ആവർത്തിക്കുമെന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്.